കശ്യപന്റെയും ദിതിയുടെയും പുത്രനായി വജ്രാംഗൻ എന്നൊരു രാക്ഷസനുണ്ടായിരുന്നു. ധർമ്മനും ഭക്തനുമായിരുന്നു വജ്രാംഗൻ. അവരൊരു നാൾ തൻ്റെ പത്നിയായ വരാങ്കിയോട് പറഞ്ഞു, പ്രിയേ, ഞാൻ തപസ്സിനായി പുറപ്പെടുകയാണ്. തപോലോകത്തിൻ്റെ ശുശ്രൂഷയും രാജ്യഭാരവും ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നാഥ, അവിടുത്തെ ഏതാജ്ഞയും സ്വീകരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. വരാങ്കി തൻ്റെ സമ്മതം വെളിപ്പെടുത്തി. സന്തുഷ്ടനായി തീർന്ന വജ്രാംഗൻ തപസ്സിനായി പുറപ്പെട്ടു. വരാങ്കി വജ്രാംഗന്റെ ശുശ്രൂഷയിൽ ലയിച്ച് കാലം നീക്കി. കാലങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. തപസ്സിൽ ലീനനായി കഴിഞ്ഞിരുന്ന വജ്രാംഗൻ ചുറ്റും നടന്നതെല്ലാം അറിഞ്ഞതേയില്ല. വജ്രാംഗന്റെ തപസ് 1000 വർഷങ്ങളോളം നീണ്ടുനിന്നു. അതിനുശേഷം കണ്ണുകൾ തുറന്ന് വജ്രാംഗൻ കണ്ടപ്പോൾ അത് ഞെട്ടിപ്പോയി. എവിടെയാണ് അതിൻ്റെ പ്രിയപത്നി? പരിഭ്രമിച്ചു പോയി തേടി നടന്നു. ഒടുവിൽ ഒരു വൃക്ഷച്ചുവട്ടിലിരുന്ന് വിലപിക്കുന്ന വരാങ്കിയെ വജ്രാംഗൻ കണ്ടു. അദ്ദേഹം വരാങ്കിയുടെ സമീപത്തേക്ക് ഓടിയെടുത്തു. തൻ്റെ പ്രിയപത്നിയോട് അദ്ദേഹം ചോദിച്ചു, പ്രിയേ, എന്താണ് സംഭവിച്ചത്? പറയൂ, നീ എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത്? വരാങ്കി കണ്ണുനീർ ധാരയായി വാർത്തുകൊണ്ട് പറഞ്ഞു തുടങ്ങി, നാഥ, അങ്ങ് തപസ്സിൽ മുഴുകിയിരുന്ന കാലത്ത് ഞാൻ വിവിധങ്ങളായ വൈഷമ്യങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നു. ദേവാധിപനായ ഇന്ദ്രൻ അങ്ങയുടെ തപസ്സിൽ അസൂയാലുവായിരുന്നു. അങ്ങയുടെ തപസ് മുടക്കുവാൻ ഇന്ദ്രദേവൻ പലവിധ കൃത്യങ്ങളിലും ഏർപ്പെട്ടു. കണ്ണുനീർ തുടച്ചുകൊണ്ട് വരാങ്കി തുടർന്നു, നാഥ, അങ്ങ് തപസ്സിൽ മുഴുകി ജലകിൽ വസിക്കുന്ന കാലം ഞാൻ നിരാഹാരനായി മൗനവ്രതം കൈക്കൊണ്ട് നദീതീരത്ത് വസിക്കുകയായിരുന്നു. ഇക്കാലത്ത് ദുഷ്ടബുദ്ധിയായ ആ ദേവരാജൻ വാനര രൂപത്തിൽ വന്ന് പൂജാതി ദ്രവ്യങ്ങൾ നശിപ്പിക്കുകയും എൻ്റെ തപസ്സിന് വിഘ്നം വരുത്തുകയും ചെയ്തു. ഭീകരരൂപങ്ങൾ പൂണ്ടു വന്ന സാധ്വിയും അബലയുമായി എന്നെ ഭയപ്പെടുത്തി. ഉഗ്രനാഗങ്ങളായി വന്ന് എന്നെ ദംശിച്ചു. പ്രഭു, സനാഥനായിരുന്നിട്ടും അനാഥയായി തീർന്നവളാണ് ഞാൻ. എന്നെ സംരക്ഷിക്കുവാൻ ഇഹത്തിലും പരത്തിലും ഒരാളും അവശേഷിക്കുന്നില്ലയോ? നാഥ, അശരണരായി തീർന്ന ഞാൻ ആത്മഹത്യ ചെയ്യുവാൻ ഉറച്ച് ഇവിടെ വന്ന് നിൽക്കുകയാണ്. പത്നിയുടെ വാക്കുകൾ കേട്ട വജ്രാംഗൻ കുപിതനായി തീർന്നു. സ്വാധ്വിയായ തൻ്റെ പത്നിയെ അപമാനിക്കുവാനും അവളെ ഉപദ്രവിക്കുവാനും ശ്രമിച്ച ഇന്ദ്രനെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം വജ്രാംഗൻ നിശ്ചയിച്ചു. അദ്ദേഹം തൻ്റെ പത്നിയോടായി പറഞ്ഞു, പ്രിയേ, നിന്റെ ദുഃഖങ്ങൾക്ക് കാരണഭൂതനായ ഇന്ദ്രനോട് പ്രതികാരം ചെയ്യുക തന്നെ വേണം. ദേവരാജൻ ശക്തനും ആയുധബലം ഉള്ളവനുമാണ്. എന്നാലും അവനെ പരാജിതനാക്കുവാൻ ഞാൻ വരബലങ്ങൾ നേടിയിട്ടേയിരിക്കുന്നു. അതിനുശേഷം വജ്രാംഗൻ തപസ്സിനായി തയ്യാറെടുത്തു. വീണ്ടും 1000 വർഷങ്ങളോളം വജ്രാംഗൻ തപസ്സനുഷ്ഠിച്ചു. അവൻ്റെ ഉഗ്രതപസ്സിൽ സംപ്രീതനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി ചോദിച്ചു, വജ്രാംഗ, കണ്ണുകൾ തുറക്കുക. നിന്റെ ലക്ഷ്യം എന്താണ്? നിനക്ക് എന്തു വരവും എന്നോട് ആവശ്യപ്പെടാം. ബ്രഹ്മദേവ, ഞാൻ 1000 കൊല്ലങ്ങൾ തപസ്സനുഷ്ഠിച്ചു. അസുരനായ ഞാൻ സ്വാർത്ഥ മോഹങ്ങൾ കൂടാതെയായിരുന്നു ആ തപസ്സിൽ മുഴുകിയത്. എന്നിട്ടും ദേവ, എൻ്റെ പ്രിയപത്നിയെ ദേവാധിപതിയായ ഇന്ദ്രൻ ഉപദ്രവിക്കുകയും അവളുടെ വ്രതങ്ങൾക്ക് ഭംഗം വരുത്തുകയും ചെയ്തു. ബ്രഹ്മദേവ, അവിടുന്ന് എൻ്റെ തപസ്സിൽ പ്രസന്നനായെങ്കിൽ എനിക്ക് വരം നൽകുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ദ്രദേവനെയും വെല്ലുന്ന ഒരു മകൻ എനിക്ക് പിറക്കുവാൻ അനുഗ്രഹിച്ചാൽ. വജ്രാംഗൻ ആവശ്യപ്പെട്ടു. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച ശേഷം ബ്രഹ്മാവ് അപ്രത്യക്ഷനായി. കാലക്രമേണ വരാങ്കി ഗർഭിണിയായി. അവൾ യഥാകാലം ഒരു പുത്രന് ജന്മം നൽകി. അസുര തേജസ് നിറഞ്ഞ ആ ശിശുവിൻ്റെ ജനന സമയത്ത് ദിക്കുകളെങ്ങും നടുങ്ങുന്ന കൊടുങ്കാറ്റ് ചീറിയടിക്കുകയും കുറുനരികളും പക്ഷികളും ഭയവിഹുലരായി ശബ്ദം പ്രകടിപ്പിക്കുകയും ചെയ്തു. പുത്രലബ്ധിയിൽ സന്തുഷ്ടനായി തീർന്ന വജ്രാംഗനും പത്നിയും ബ്രഹ്മദേവന് നന്ദി പറഞ്ഞുകൊണ്ട് അവിടെ നിന്നു. അതിനുശേഷം പുരോഹിതന്റെ ഉപദേശമനുസരിച്ച് വജ്രാംഗൻ തൻ്റെ അരുമ സന്താനത്തിന് താരകൻ എന്ന നാമകരണം ചെയ്തു. താരകന്റെ ജനനത്തോടെയാണ് ദേവന്മാരുടെ ഉള്ളിൽ ഭയം മുട്ടിടുവാൻ തുടങ്ങിയത്. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. തുടരും.